ശമൂവേലിന്റെ 1-ാം പുസ്തകം 2-ാം അധ്യായം 30-ാമത്തെ വചനം. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരാകും. സർവശക്തനായ ദൈവം ഒരു മനുഷ്യനോട് സംസാരിക്കുന്ന ഭാഗമാണ് ഈ വചനം എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയും. ഏലി പുരോഹിതനോട് ദൈവം സംസാരിക്കുകയാണ്. മിസ്രയീമിൽ നിന്ന് എന്റെ ജനത്തെ ഞാൻ വിടുവിച്ചു, നിന്നെ അതിമഹത്തായ ഒരു ശുശ്രൂഷ തന്ന് ഞാൻ മാനിച്ചു. പക്ഷെ നീയും നിന്റെ സന്തതികളും എന്റെ നാമത്തോട് വിശ്വസ്തത കാണിക്കാഞ്ഞതുകൊണ്ട് ദൈവം സംസാരിക്കുക, ഇനിയും ഞാൻ നിന്നെ ഈ അനുഗ്രഹത്തിൽ തുടരാൻ സമ്മതിക്കത്തില്ല. എന്നെ ആര് മാനിക്കുന്നുണ്ടോ അവരെ മാത്രമേ ഞാൻ മാനിക്കൂ. എന്നെ ആര് നിന്ദിക്കുന്നോ, ദൈവത്തിന് സ്തോത്രം, അവർ നിന്ദരാകുക തന്നെ ചെയ്യും. എങ്ങനെയാണ് ദൈവത്തെ മാനിക്കേണ്ടത്? സദൃശ്യവാക്യം 3-ാം അധ്യായം 9-ാം വാക്യം. യഹോവയെ നിന്റെ ധനം കൊണ്ടും നിന്റെ വിളവിന്റെ ആദ്യ ഫലം കൊണ്ടും ബഹുമാനിക്കാം. അപ്പൊ ദൈവത്തെ മാനിക്കേണ്ടത് എങ്ങനെയാണ്? നിന്റെ ധനം കൊണ്ടും നിന്റെ എല്ലാ വിളവിന്റെയും ആദ്യ ഫലങ്ങൾ കൊണ്ടും ബഹുമാനിക്കാം. അപ്പോൾ എന്ത് സംഭവിക്കും? അങ്ങനെ നിന്റെ കളപ്പുരകൾ സമൃദ്ധിയായി നിറയും, നിന്റെ ചക്കുകളിൽ വീഞ്ഞ് കവിഞ്ഞൊഴുകും. അപ്പം നമുക്ക് ലഭിച്ചിരിക്കുന്ന ധനം കൊണ്ട് ദൈവത്തെ മാനിക്കണം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 26-ാം വാക്യം. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവരെ പിതാവ് മാനിക്കും. അപ്പൊ ദൈവത്തിന് ആര് ശുശ്രൂഷ ചെയ്യുന്നുണ്ടോ അവരെ പിതാവ് മാനിക്കും. അപ്പം നമുക്ക് ലഭിച്ച നന്മ ദൈവത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ ദൈവം മാനിക്കും. നമ്മൾ ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ നമ്മളെ ദൈവം മാനിക്കും. ഈ വചനം ആരോടോ ദൈവം സംസാരിക്കുക, നീ മാനിക്കപ്പെടാൻ സമയമാണ്. ഇനിയും നിന്ദിക്കപ്പെട്ടവനായി മുമ്പോട്ട് പോകണ്ട. പരാജയമെന്ന പടുകുടിയിൽ നിന്നൊരു അദൃശ്യ കരം നിന്നെ പിടിച്ച് നിന്നെ ഇരുത്താനിടത്ത് ഇരുത്തുവാൻ ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. ബൈബിളിൽ ഒരു വചനമുണ്ട്, എളിയവനെ പൊടിയിൽ നിന്നും ദരിദ്രനെ കുപ്പയിൽ നിന്നും ഉയർത്തി പ്രഭുക്കന്മാരുടെ കൂടെ ഇരുത്തുവാൻ കഴിയുന്ന ദൈവം. ഈ ദിവസങ്ങളിൽ ആര് ദൈവത്തെ മാനിക്കുന്നുണ്ടോ അവനെ ദൈവം മാനിക്കും. പൗലോസ്ലീഹ എഫെസോസിലെ സഭയോട് പറയുമ്പോൾ, നിങ്ങൾ എന്തു ചെയ്താലും അത് കർത്താവിനെന്നവണ്ണം ചെയ്യണം. ആര് ദൈവത്തെ മാനിക്കുന്നുണ്ടോ അവനെ ദൈവം മാനിക്കും. ഈ ദിവസങ്ങളിൽ ഞാൻ ദൈവത്തിന്റെ ദൂതായി നിങ്ങളോട് പറയാം, നിങ്ങൾ നിന്ദിക്കപ്പെട്ട സ്ഥലത്ത് മാനിക്കപ്പെടാൻ സമയമായി. നിങ്ങളുടെ അവസ്ഥകളും സാഹചര്യങ്ങളും മാറും, ദൈവം നിങ്ങളെ മാനിക്കും. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ദൈവം ഞങ്ങളെ മാനിക്കുമെന്നുള്ള ഉറപ്പും ധൈര്യത്തോട് മുന്നോട്ട് പോകാൻ കൃപ ചെയ്യണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിശ്ചയമായി ദൈവം നിന്നെ മാനിക്കും. ഗോഡ് ബ്ലെസ് യു.